യേശുവിൻ നാമം വലിയൊരു നാമം, യേശുവിൻ നാമം അതിശയനാമം. യേശുവിൻ നാമം വലിയൊരു നാമം, യേശുവിൻ നാമം അതിശയനാമം. യേശുവിൻ നാമം അത്ഭുതനാമം, യേശുവിൻ നാമം ദയയുടെ നാമം. യേശുവിൻ നാമം അത്ഭുതനാമം, യേശുവിൻ നാമം ദയയുടെ. ഗുഡ് മോർണിംഗ്. നല്ലൊരു ഞായറാഴ്ച ആദ്യമേ ആശംസിക്കുന്നു. പള്ളിയിലൊക്കെ പോയോ? സന്തോഷമായിട്ടിരിക്കുന്നോ? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഔപചാരികമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഒഫീഷ്യൽ പ്രേയേഴ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരേ ഒരു പാറ്റേൺ കാണാനായിട്ട് സാധിക്കും. എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ഉദാഹരണത്തിന് റോമൻ കത്തോലിക്ക സഭയുടെ പ്രാർത്ഥന തന്നെ നമുക്ക് എടുക്കാം. സഭയുടെ ഔപചാരികമായിട്ടുള്ള പ്രാർത്ഥനകളിലെല്ലാം പ്രാർത്ഥന തുടങ്ങുന്നത് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടായിരിക്കും. പിതാവേ എന്ന സംബോധന ചെയ്തുകൊണ്ടായിരിക്കും പ്രാർത്ഥന തുടങ്ങുന്നത്. പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന വാചകം നമുക്കെല്ലാവർക്കും കാണാപ്പാടമാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളുമാറാകണമേ. ജനമെല്ലാം ഒച്ചത്തിൽ പറയും ആമേൻ. പേഴ്സണൽ പ്രയറിൽ നമുക്ക് ഒരു കൂട്ടുകാരനെ പോലെ, അതിന് പ്രത്യേക ഫോർമാറ്റ് ഒന്നും വേണമെന്നില്ല, നമുക്കൊരു കൂട്ടുകാരനെ പോലെ നമ്മുടെ പിതാവിനോട്, യേശുവിനോട്, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നതാണ് നമ്മുടെ പേഴ്സണൽ പ്രയർ. നമ്മളിവിടെ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ചിന്തിക്കുന്നത് പേഴ്സണൽ പ്രയറിന്റെ കാര്യമല്ല. ഒരു ഔപചാരികമായിട്ടുള്ള 2-3 പേർ ഒന്നിച്ചു കൂടുമ്പോഴത്തേക്കും അവിടെ ഒരാളോട് പറയുകയാണ് സ്വരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. ആ പാറ്റേൺ ഇങ്ങനെയാണ്. എല്ലാ പ്രാർത്ഥനകളും ആരംഭിക്കുന്നത് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ പാറ്റേണിലാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ടാണ്, അല്ലെങ്കിൽ അപ്പ എന്ന് വിളിച്ചിട്ട്. അത് പല സംബോധനകൾ നമ്മൾ ചെയ്യാറുണ്ട്. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ അപ്പ സ്വർഗീയ പിതാവേ, സ്നേഹമുള്ള പിതാവേ, whatever it may be, അതിൻ്റെ അറ്റത്തൊരു പിതാവേ എന്നുള്ളൊരു സംബോധന കാണും. കാരണം പിതാവിനോട് ചോദിക്കാനാണ് വചനത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ആ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കും, അല്ലേ? ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ ദൈവത്തെ പുകഴ്ത്തുകയാണ്, ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയാണ്. സ്തുതിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൈവം എന്തായിരിക്കുന്നുവോ അത് അടുത്തുകൂടാൻ പറ്റാത്ത പ്രകാശത്തിൽ വസിക്കുന്ന അങ്ങയുടെ അടുത്തേക്ക് വരുവാനായിട്ട് എനിക്ക് കൃപ തന്നതിന് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവം ആയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ അക്നോളജ് ചെയ്യാണ്. ഞാനത് സമ്മതിക്കുന്നു. അങ്ങ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ അങ്ങയുടെ നാമം വാഴ്ത്തുന്നു. അതിനുശേഷം അങ്ങയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായിട്ട് മാറാനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഔപചാരികമായിട്ടുള്ള പ്രാർത്ഥനകളെ ചെല്ലുന്നത്, അല്ലേ? അങ്ങനെ ആ പാറ്റേൺ കഴിഞ്ഞ് അതിന് സ്തോത്രം പറയുന്നു. സ്തോത്രം എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പൊ സ്തുതിയുണ്ട്, ആരാധനയുണ്ട്, സ്തോത്രമുണ്ട്, ആവശ്യങ്ങളുടെയും യാചനകളുടെയും അഭ്യർത്ഥനയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ പറയും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ഇച്ചിരി തമാശയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഷോപ്പിംഗ് ലിസ്റ്റ് മുഴുവൻ ഇടും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഷോപ്പിംഗ് ലിസ്റ്റ് മുഴുവൻ ഇടും. അത് സാധിച്ചു തരണം, ഇത് സാധിച്ചു തരണം, അതിലേക്കൂടെ ആ മക്കളുടെ അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം, പഠനം, ജോലി, സാമ്പത്തിക ഭദ്രത, വീട്ടിലെ ആവശ്യം, മറ്റെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമ്മൾ പറയും യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എന്താണ് ഈ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞിട്ടും പല പ്രാർത്ഥനകളും ഇന്ന് അങ്ങനെ തന്നെ ഉത്തരം കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ പിതാവിനോട് എൻ്റെ നാമത്തിൽ ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നടത്തിത്തരും. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ നാമം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു പേരാണ്, യേശുവിൻ്റെ നാമം. അപ്പം നമ്മൾ വിചാരിക്കും യേശുവിൻ്റെ നാമം ശക്തിയുള്ള നാമമാണ്, യേശുവിൻ്റെ നാമം അധികാരമുള്ള നാമമാണ്, അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്ത് മറ്റൊരർത്ഥവും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ പലതും പ്രാർത്ഥനകളായിട്ട് തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ്, അതിന് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കുന്നത്, എന്തേ ഉത്തരം കിട്ടിയില്ല.
ദൈവവചനത്തിനാണോ തെറ്റുപറ്റിയത്, അതോ എനിക്കാണോ തെറ്റുപറ്റിയതെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്ക് പോകണം. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പം ആ പേര് ഉള്ളവൻ്റെ സ്വഭാവം എനിക്കുണ്ടോ? ആ പേരുള്ളവൻ്റെ വ്യക്തിത്വം ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ പേരുള്ള ആളുടെ മനോഭാവത്തിലാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ആ പേരുള്ള ആളുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവ് നമ്മളോട് പറയാതെ പറയുകയാണ്, ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണം. എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. അപ്പം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം, വ്യക്തിത്വം, മനോഭാവം, ഇഷ്ടം എല്ലാം എൻ്റേതായിട്ട് മാറണം, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് ഉയരണം, അല്ലെങ്കിൽ എന്നെ തന്നെ അതിലേക്ക് താഴ്ത്തി വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ സ്വഭാവം? നമ്മൾ വായിക്കുന്ന ഇതാണ്, അവൻ ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ താഴ്ത്തി ദാസന്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യന്റെ വേഷത്തിൽ വന്നു. എന്നിട്ട് എന്താ ചെയ്തത്? കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അതിന്റെ അടുത്ത വാക്യം വായിക്കണേ. അതുകൊണ്ട് ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങളെക്കാളും മേലായ നാമം നൽകി. അപ്പൊ യേശുവിന്റെ ആ ഒരു സ്വഭാവം എന്താണ്? തന്നെ തന്നെ താഴ്ത്തി ദാസന്റെ രൂപത്തിലായി. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ തന്നെ താഴ്ത്താറുണ്ടോ? തന്നെത്താൻ നമ്മൾ താഴ്ത്താറുണ്ടോ? യേശുവിൻ്റെ സ്വഭാവത്തിന്റെ മറ്റൊരു പ്രത്യേകത മത്തായി സുവിശേഷം 11:28 കണ്ടു. എൻ്റെ അടുക്കൽ വരുന്നവൻ, അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും ആരായാലും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ആശ്വസിപ്പിക്കും. അപ്പൊ തൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ഒരു മനോഭാവം ഞാൻ കടമെടുത്തിട്ട് അത് ഞാൻ പാലിക്കാറുണ്ടോ? ഹെബ്രായ ലേഖനം 4:15 നമ്മൾ വായിക്കുന്നു, അവൻ പരിശുദ്ധൻ, മറ്റുള്ളവരുടെ ബലഹീനതയിൽ സഹതപിക്കുകയും അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്, കൈപിടിച്ച് ആ ബലഹീനതയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് മതിയായവൻ. ഈ സ്വഭാവം ഞാൻ കാണിക്കാറുണ്ടോ? ദൈവമായിരുന്നിട്ടും താഴ്ത്തി അനുസരണമുള്ളവനായി. മർക്കോസിന്റെ സുവിശേഷം 10:45 പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. നമുക്കിഷ്ടം എല്ലായിടത്തും മെയിൻ സ്ഥാനം കിട്ടാനല്ലേ? നമ്മളെ എല്ലാവരും ശുശ്രൂഷിക്കണമെന്നല്ലേ? നമ്മൾ അങ്ങോട്ട് ശുശ്രൂഷിക്കുന്ന മനോഭാവം നമ്മൾ എവിടെയെങ്കിലും ഗസ്റ്റായി പോയാൽ നമ്മൾ കാണിക്കാറുണ്ടോ? ഏറ്റവും ചെറിയ ഉദാഹരണം. മറ്റൊരു ഉദാഹരണമാണ് യേശുക്രിസ്തുവിന്റെ ആ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. യേശുക്രിസ്തുവിന്റെ വിശ്വാസം എന്തായിരുന്നുവോ അത് കടമെടുക്കുമ്പോഴാണ് യേശുവിന്റെ നാമത്തിലുള്ള പ്രാർത്ഥനയുടെ ഫലം കിട്ടുന്നത്. എന്താണ് യേശുവിന്റെ വിശ്വാസം? എൻ്റെ പിതാവ് എപ്പോഴും എന്നെ ശ്രവിക്കുന്നു, ആ കോൺഫിഡൻസ്. എൻ്റെ പിതാവ് എന്നെ ഒരിക്കലും കൈവിടില്ല, ആ കോൺഫിഡൻസ്. അത് നമുക്കുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. യേശുവിൻ്റെ വ്യക്തിത്വം ഈ നാമത്തിലുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11:29 ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. ഏത് പ്രോബ്ലം ഉണ്ടായാലും, ഏത് പ്രശ്നം വന്നാലും, ഞായറാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ, പള്ളിയിൽ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ, കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ഞാൻ ശാന്തശീലനാണ്, പുണ്യാളനാണ്. പക്ഷെ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി ഒരു സോഷ്യൽ ലൈഫിലേക്ക് വരുമ്പം ഒരു പ്രകോപനം ഉണ്ടായാലും ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണോ? വീട്ടിൽ വരുമ്പോഴത്തേക്കും സഹോദരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞത് തെറ്റിപ്പോയാൽ ആ വാക്കിൽ പിടിച്ച് ഞാൻ ശാന്തശീലതയോടെ പ്രവർത്തിക്കാറുണ്ടോ? ചിന്തിക്കണം അല്ലേ? യേശുവിൻ്റെ മനോഭാവം എന്നിലുണ്ടോ? യേശുവിൻ്റെ മനോഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടി അടിച്ചവന്റെ മുഖത്തേക്ക് നോക്കി കരുണയോടെ പിതാവിനോട് പ്രാർത്ഥിക്കുക, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് പൊറുക്കണമേ. ഈ മനോഭാവം, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനോഭാവം നമുക്കുണ്ടോ? പ്രാർത്ഥന ഫലിക്കും. എന്താണ് യേശുവിൻ്റെ ഇഷ്ടം? സമറിയാക്കാരി സ്ത്രീയോട് കിണറ്റിൻകരയിൽ വെച്ച് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതാണ് എൻ്റെ ആഹാരം. കാണാതെ പോയതിനെ കണ്ടെത്തുന്നതാണ് യേശുവിൻ്റെ ഇഷ്ടം. നമ്മുടെ കൂട്ടത്തിൽ കാണാതെ പോയ കുഞ്ഞാടിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അവനെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തുമാത്രം ശ്രമിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. ഇത്രയും കാര്യങ്ങൾ എങ്കിലും ശരിയായാൽ ധൈര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവായ ക്രിസ്തു വഴി അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.
പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനകൾ എന്താ? പിതാവേ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ളതല്ല. ഇപ്പോൾ ഈ സമയത്ത് ഇത് നടക്കണം കർത്താവ്, യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. ഹലോ, കർത്താവിനോട് പറയണം, കർത്താവേ നിനക്ക് ഹിതമാണെങ്കിൽ നടക്കട്ടെ. അതല്ലേ പ്രാർത്ഥനയുടെ മഹത്വം. അല്ലാതെ ഇപ്പോൾ നടക്കണം. നമ്മൾ ആരോടാണ് നീ ആജ്ഞാപിക്കുന്നത്? വിശ്വാസത്തിന്റെയൊക്കെ പേരിലൊക്കെ ആണെന്നൊക്കെ വേണമെങ്കിൽ തള്ളിവിടാം, പക്ഷേ വചനത്തിൽ അത് ഒക്കത്തില്ല കേട്ടോ. ഇത്രയും ശരിയായാൽ പിന്നെ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മാനസികമായിട്ട് പക്വതയുള്ളതാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം, യേശുവിൻ്റെ യോഗ്യതകളാൽ, ഇതൊന്നും എൻ്റെ യോഗ്യതകളാൽ അല്ല എനിക്ക് നടത്തേണ്ടത്. അതാണ് യേശുവിൻ്റെ നാമത്തിൻ്റെ പ്രത്യേകത. യേശുവിനുള്ള അധികാരം എന്താണ്? യേശുവിൻ്റെ അധികാരം പാപത്തെയും മരണത്തെയും ജയിച്ച, സാത്താനെ ജയിച്ച അധികാരം. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ. ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്ന യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് മനോധൈര്യമുണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചിട്ടാണ്, എൻ്റെ യോഗ്യതകൾ കൊണ്ടല്ല. അവനോടുള്ള ബന്ധത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് യേശുവിനോടുള്ള ബന്ധം? യോഹന്നാന്റെ സുവിശേഷം 1:15 നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതാണ് യേശുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ കർത്താവായ ക്രിസ്തു വഴി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൂടെ പോകേണ്ട ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റാണ് നമ്മളിന്ന് വായിച്ചത്. അല്പസമയം, ഞായറാഴ്ചയല്ലേ, അവധിയല്ലേ, എവിടെയെങ്കിലും ഒന്ന് മാറിയിരുന്നിട്ട് ഇതൊന്ന് ചിന്തിക്കാമോ? നമ്മുടെ പ്രാർത്ഥനകളുടെ ആ ഒരു ക്വാളിറ്റി മാറും. പ്രാർത്ഥനകൾ പലതും അത് നമുക്ക് ഉത്തരം കിട്ടുന്നത് നമ്മുടെ കണ്ണാൽ ഈ ജീവിതത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നിത്യതയിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അന്ത്യ സമ്മാനവും നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. കൂടെ നടക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് ശാന്തമായി ഉറപ്പോടെ എത്തിക്കും, തീർച്ച. ആമേൻ. യേശുവിൻ നാമം വലിയൊരു നാമം, യേശുവിൻ നാമം അതിശയ നാമം.